ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ഇവിടെ റവയും ക്യാരറ്റും ഒക്കെ ചേർത്തിട്ട് നല്ലൊരു അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. ഇത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. നമ്മളതിൽ മുട്ടയൊന്നും ചേർക്കുന്നില്ല. നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ലൊരു കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അതാണ് ഞാൻ ചൂടോടെ തന്നെ കണ്ടില്ലേ, കട്ട് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. നമുക്കിതൊരു 20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കാമെന്നൊന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മളിവിടെ 1 കപ്പ് റവയാട്ടോ എടുത്തേക്കുന്നത്. ഇത് കപ്പളവ് തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് ഗ്ലാസ്സിലോ ഏതിൽ വേണമെങ്കിലും നമുക്കിത് അളന്നെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ 1 കപ്പ്, ഇത് വറക്കാത്ത റവയാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. വറുത്ത റവയായാലും കുഴപ്പമൊന്നുമില്ല. ഇനി അതിലേക്ക് നമ്മൾ ഈ മീഡിയം സൈസിലുള്ള 2 ക്യാരറ്റും കൂടെ വേണം. അത് നമുക്ക് നന്നായിട്ട് തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. ഇതിലേറെ ചെറുതായാലും ഒരു കുഴപ്പമില്ല, അതാണ് ഒന്നും കൂടി നല്ലത്. എന്നാൽ പെട്ടെന്ന് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. ഞാൻ ചെറിയ മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/2 കപ്പോളം പാലെടുത്തിട്ടുണ്ട്. ഞാൻ വെള്ളമൊന്നും ചേർക്കാതെ നല്ല പാലാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഇനിയും പാൽ ആവശ്യമുണ്ട്. നമ്മൾ ആദ്യം തന്നെ ഒരുപാട് ഒഴിച്ചു കൊടുക്കേണ്ട, 1/2 കപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി. റവ ആയതുകൊണ്ട് തന്നെ ഇതൊന്ന് കുതിർന്ന് വരും. ഇനി നമുക്കിതിലേക്കൊരു 3 ഏലക്ക ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഏലക്കൻ്റെ പൊടിച്ചത് തീർന്നു പോകേണ്ട ഏലക്ക ഇട്ട്, പൊടിച്ചത് നിങ്ങളുടെ കയ്യിൽ പൊടിച്ചതുണ്ടെന്നുണ്ടെങ്കിൽ അത് ലാസ്റ്റ് ഇട്ട് കൊടുത്താലും മതി. അതല്ല ഇനി വാനിലേൻ്റെ ടേസ്റ്റ് വേണമെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുത്താലും മതി. ഞാനിവിടെ ഇപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് 3 ഏലക്ക എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ റവ അളന്നെടുത്തത് അതേ പാത്രത്തിൽ തന്നെ നമുക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് എന്തായാലും 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. നമുക്ക് ചെറിയ ജാറിലിട്ടാലേ നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പകുതി ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ നല്ല തിക്കായിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് വലിയ കഷ്ണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അരഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കതൊന്നും കൂടി ഒന്ന് അടുത്ത ട്രിപ്പ് അരയ്ക്കുമ്പോൾ അതിൻ്റെ ഒപ്പം വന്നിട്ട് അരച്ചെടുക്കാം. ചെറിയ ചെറിയ പീസാണെങ്കിൽ പ്രശ്നമില്ല, അതിൽ കിടന്നോട്ടെ എന്ന് വിചാരിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മൾ 2 പ്രാവശ്യമായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് അരച്ചപ്പോൾ ക്യാരറ്റൊന്നും ചെറിയ 2-3 കഷ്ണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്നൊരു കുറച്ചും കൂടി ഒരു പാലൊഴിച്ചിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. എന്നാലും ചെറിയ കഷ്ണങ്ങളുണ്ട്, എന്നാലും ഒരു കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ 1 കപ്പ് റവ എടുത്തുകൊണ്ട് നമ്മൾ 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിത് മുട്ടയൊന്നും ചേർക്കാത്തതായതുകൊണ്ട് തന്നെ നമുക്ക് 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും പിന്നെ ഒരു പിഞ്ച് ഉപ്പും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ അളന്നത് അതിൻ്റെ 1/4 ഭാഗത്തോളം നമ്മുടെ സൺഫ്ലവർ ഓയിൽ, സ്മെല്ലില്ലാത്ത ഏത് ഓയിലും പറ്റും, അതൊഴിച്ചു കൊടുക്കാം. അതിനുശേഷം അത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കാരണം ഓയിലൊക്കെ പെട്ടെന്ന് മുകളിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. അത് മിക്സായി വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പം നന്നായിട്ട് നമ്മൾ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിസ്ക് വെച്ചിട്ടോ എങ്ങനെയാണെങ്കിലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സൺഫ്ലവർ ഓയിലും അതുപോലെ റവയും എല്ലാം ഒന്ന് കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിൽ കിട്ടണം. അവിടെ ഏകദേശം മിക്സായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഈ ഒരു ഇഡ്ലി സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബേക്കിംഗ് പൗഡറൊക്കെ കട്ടയെങ്ങാനും ഉണ്ട് അലിയാതെ കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കേട്ടോ. സ്പൂൺ വെച്ചിട്ട് അങ്ങനെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഏകദേശം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറേ സമയമൊന്നും റെസ്റ്റ് ചെയ്യാമെന്ന് വെക്കേണ്ട കേട്ടോ. ഇതൊരു 5 മിനിറ്റ് 6 മിനിറ്റോളം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ഒരുപാട് സമയമൊന്നും വെയിറ്റ് ചെയ്യേണ്ട. ഇനി നമുക്കിത് അടച്ച് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. ഒരു 5 മിനിറ്റ് അതവിടെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഈ ഒരു സൈസിന് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇന്ന് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. നമ്മളിതുപോലെ നമ്മൾ തോരനൊക്കെ വെക്കാൻ എടുക്കുന്ന പോലെ നമുക്ക് ഇതൊന്ന് കണ്ടില്ല ഈ ഒരു രീതിയിലൊന്ന് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ കേക്കിൻ്റെ മുകളിലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണേ. ഈ ഒരു 8 ഇഞ്ചിൻ്റെ മോൾഡിലാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനതിൽ ബട്ടർ പേപ്പറൊന്നും വെച്ച് കൊടുക്കുന്നില്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അടിയിൽ പിടിക്കുകയൊന്നുമില്ല കേട്ടോ. അതിനുശേഷം നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണോളം മൈദ മതിയാകും. അത് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊട്ടി കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും ആവും കേട്ടോ. നമുക്കത് അടിയിലൊന്നും പിടിക്കാതെ തന്നെ നമുക്ക് സംഭവം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള മൈദ നമുക്കൊന്ന് തട്ടിക്കളയണം. നമ്മൾ ഓവനിലൊന്നും അല്ല ഇത് ചെയ്തെടുക്കുന്നത്. നമ്മളിത് അതേപോലെ എപ്പോഴും കേക്ക് ഉണ്ടാക്കുന്ന ഈ ഓവൻ സെറ്റപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഈ സെറ്റപ്പ് ഒന്ന് ആദ്യം തന്നെ ഒന്ന് ചൂടാക്കി വെക്കണം. ഒരുപാട് ചൂടാക്കണ്ട,
ഒരു മീഡിയം ചൂടായാൽ മതിയാകും. അതിനുശേഷം എന്താ ഒരു റിങ് വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ നമ്മൾ ഇതേപോലെ ഒരു അടപ്പ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ എല്ലാ ഭാഗത്തേക്കും ചൂട് ഒരുപോലെ കിട്ടും. ഇതാ നമ്മുടെ മാവ് കണ്ടില്ലേ ഏകദേശം പൊങ്ങി വന്നൊരു രീതിയിലായിട്ടുണ്ട്. ഒന്ന് പതപതയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂണോളം നമ്മുടെ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വിനാഗിരിയും അതുപോലെ ഈ സോഡാപ്പൊടിയും കൂടെ ആകുമ്പോൾ നന്നായിട്ട് കേക്ക് നല്ല സ്പോഞ്ച് പോലെ ആവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് വിനാഗിരിൻ്റെ പുളിയോ അങ്ങനത്തെ ചുവയൊന്നും വരില്ല. ഇതുപോലെ ചെയ്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന മോഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. നമുക്ക് മൊത്തമായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാ മാവും നമ്മൾ ഒഴിച്ചു കൊടുത്ത് എയർ ബബിൾസും കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ക്യാരറ്റ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. നമുക്ക് 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് പാല് തന്നെ. ഈ ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. 1 കപ്പ് പാലേ എടുക്കാൻ പാടുള്ളൂ. ഒരുപാട് നമ്മൾ വെള്ളം ഒഴിച്ച് നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ പാടില്ല കേട്ടോ. ഇനി നമുക്ക് മെല്ലെ മെല്ലെ നമ്മൾ സോഫ്റ്റായിട്ട് ഇതുപോലെ ഒന്ന് മുകളിലായിട്ട് തന്നെ വെച്ച് കൊടുക്കാം. നമ്മൾ ഒരുപാട് ബലം വെച്ച് പെട്ടെന്ന് സ്പീഡിൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങ് താന്നു പോവും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ മാവ് കുറച്ചൊരു തിക്കാണ് കേട്ടോ, അതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങ് താന്നു പോവാത്തത്. നമുക്കിത് ഒരുപാട് പണികളൊന്നുമില്ല. നേരെ നമ്മുടെ ഓവൻ സെറ്റപ്പിലോട്ട് വെച്ച് കൊടുക്കാം. നമുക്കിത് അടച്ച് വെക്കാം. അതിനുശേഷം നമുക്ക് ഒരു വെയിറ്റും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വെയിറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 മിനിറ്റോളം നമ്മൾ ഹൈ ഫ്ലെയിമിലൊന്ന് തീ കൂട്ടി വെച്ചതിന് ശേഷം പിന്നീട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 20 മിനിറ്റോളം എനിക്ക് കേക്ക് റെഡി ആവാനായിട്ട് വന്നിട്ടുണ്ട്. 20 മിനിറ്റ് ആയപ്പോഴേക്കും നല്ല സൂപ്പറായിട്ട് കിട്ടിയിരുന്നു കേട്ടോ. ഞാൻ 10 മിനിറ്റ് ആയപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയായിരുന്നു. അപ്പോൾ നടുക്ക് വശം വെന്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നല്ല കറക്റ്റ് 20 മിനിറ്റിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല സ്പോഞ്ച് പോലെ ഉണ്ട്. ഞാൻ ഈ ചൂടോടുകൂടി തന്നെ അതങ്ങ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടോ. നിങ്ങളിത് ചൂടാറിയിട്ടൊക്കെ ചെയ്താൽ മതി. ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ അതൊക്കെ പണികൾ തീർക്കാമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. നമുക്ക് കണ്ടില്ലേ നമ്മുടെ അടിവശം ഒന്നും പിടിക്കുക ഡ്രൈ ആയി പോവുകയോ മുരിഞ്ഞു പോവുകയോ ഒന്നുമില്ല. നല്ല ക്ലിയർ ആയിട്ട് കേക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കിത് കട്ട് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ അറിയാം വളരെ സോഫ്റ്റായിട്ടുണ്ടായിരുന്നു കേക്ക്. നമ്മളിതിൽ മുട്ടയൊന്നും ചേർക്കാത്തതുകൊണ്ട് മുട്ടയുടെ സ്മെല്ലോ ചൊവയോ ഒന്നും ഉണ്ടാവില്ല. നല്ല ഏലക്കയുടെ ഫ്ലേവറാണ് നന്നായിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏലക്കേൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ വാനില എസൻസോ പൈനാപ്പിൾ എസൻസോ നമുക്ക് ഇഷ്ടമുള്ള എസൻസ് ചേർത്തിട്ട് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ ചാനലിൽ ഇതുപോലെ ഒരുപാട് നല്ല നല്ല റെസിപ്പികളുണ്ട് കേട്ടോ. ഒരുപാട് സ്നാക്കുകളുണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സ്നാക്കുകൾ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിലും നിങ്ങളതിൻ്റെ ഫീഡ്ബാക്ക് എന്നോട് പറയണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് നല്ലൊരു അടിപൊളി ഐറ്റമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.